ഹലോ ഗായ്സ്, കൊന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മള് നാറുട്ടോയുടെ 8 പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നാറുട്ടോയുടെ ഇതിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ അവസാനമായി ചെയ്തത് ഇതാണ്. നാറുട്ടോ വരെയാണ് നമ്മൾ അവസാനമായിട്ട് ചെയ്തത്. നമ്മൾ ലീവ് ഡിസ്ട്രക്ഷൻ ആർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് തന്നെ ഈ ഫോഴ്സ് ബാറ്റിൽ നമുക്ക് നോക്കാം. എന്താണെന്ന് എനിക്കൊരു പിടിയില്ല. ചിലപ്പോൾ കഴിഞ്ഞ ഭാഗത്തെ പോലെ ഗാരയായിട്ടുള്ള ഫൈറ്റ് നടക്കുന്ന നാറുട്ടോയായിട്ടുള്ള ഫൈറ്റ് ഉണ്ടല്ലോ, ഗാര വേഴ്സസ് നാറുട്ടോ, ആ ഒരു വൺ ടൈൽ മോൺസ്റ്ററിൻ്റെ ഫൈറ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ ഒറോച്ചുമാറുകൊണ്ട് എന്തോ ഫൈറ്റ് അങ്ങ് ഉണ്ടാണ്. പെട്ടിയായി. അങ്ങനെ നമ്മൾ 6 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി 2 കൂടെ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ വീഡിയോ അവസാനിക്കും. ഈ ലീഫ് വില്ലേജ് ആർക്കും കംപ്ലീറ്റ് ആവും. ലീഫ് ഡിസ്ട്രക്ഷൻ ആർക്കും. അത് കഴിഞ്ഞ് അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കാനും കൂടെ എത്തും. ട്രഷർ ബോക്സ് ഒക്കെ വന്നു. അതൊക്കെ നമുക്ക് പിന്നെ തുറക്കാം. ഞാൻ പിന്നീട് തുറക്കണുള്ളൂ. അതൊക്കെ നമുക്ക് പിന്നെ എടുക്കാം. ഓക്കെ, അടുത്ത ഉള്ളത് പ്രസിഡന്റ് എന്തോ ഒരു മാറ്റർ എനിക്ക് നോക്കട്ടെ. ബാറ്റിൽ ബാറ്റിൽ ഓക്കേ. ഓ, ഇത് മറ്റേ ഫൈറ്റ്. ഇനി മറ്റേ കൊറഞ്ഞ എൻ്റെ മോനെ. ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ നാറുട്ടോ ആനിമെ കണ്ടാലേ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഇത് കണ്ടിട്ടേ ഇത് കാണാവുള്ളൂ. യൂട്യൂബിൽ കുറേ വീഡിയോ ഉണ്ട്. നമുക്ക് പ്രീമിയം എടുക്കണമെന്നൊന്നുമില്ല. എന്തോ സാധനം വടി. ഓ, ഈ ചിൻസു എൻ്റെ മോനെ. കുറച്ചു പറഞ്ഞ ആത്മാവിനെടുക്കും. എടുത്തു. അതൊന്ന് ഒറ്റ വെട്ട് നടുവേന്ന്. കുറച്ചാൾ ഞാനൊന്നും പോണില്ല ഇതിനകത്ത്. പക്ഷെ 10:45 അതിൻ്റെ ലൈഫ് പോയി. ചെക്കൻ്റെ രക്തം പോയി.
ഒരു മിനിറ്റ് ഗൈസ്. ഞാൻ പറയാം, ഞാൻ ഒരുമാതിരി മിണ്ടായിരിക്കുന്നുണ്ട്, എന്താ അറിയണ്ട. ഫൈറ്റ് കണ്ടിട്ട് എൻ്റെ കിളി തന്നെ പോയി കിടക്കുക. ഫൈറ്റ് കണ്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മോനെ എമ്മാതിരി ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി ഫൈറ്റാ. ഓ ഒന്ന് നിൽക്കുന്നുണ്ടാ തേടും ഒക്കാതെടാ. ബ്രില്യൻറ്റ്. എൻ്റെ മോനെ നമ്മൾ ആ ഫൈറ്റും കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എന്ത് ഫൈറ്റാണെന്ന് ആർക്കറിയാം. അതായിരിക്കും നമ്മുടെ മറ്റേ നാറൂട്ടോടെയും മറ്റേ വൺ ടൈൽ മോൺസ്റ്ററിൻ്റെ ഫൈറ്റ്. അതായത് ഗാമത്തവളയുടെയും വൺ ടൈൽ മോൺസ്റ്റർ. അങ്ങനെ ആയിരുന്നു കുറച്ചും കൂടെ നല്ലത്. അതൊക്കെ പിന്നെ നോക്കാം. ഫസ്റ്റ് ഒക്കാടേടാ ഇത് എന്നകത്ത് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ഒക്കാടേം കിട്ടിയ ഇനി തേർഡ് ഒക്കാട് കൂടെ ഉണ്ടല്ലോ. തേർഡ് ഒക്കാട് കിട്ടി. ഫോർത്ത് ഒക്കാട് ഉണ്ടോ? ഇല്ല, അത് കിട്ടത്തില്ല. അത് മിനാട്ടോ അല്ലേ? മിനാട്ടോ. അടുത്ത ലാസ്റ്റ് പൊളി ഫൈറ്റ് ആയിരിക്കും ഉറപ്പാ. അത് തന്നെ ആയിരിക്കും ഉറപ്പാ. ഇത്ര നാളും കാത്തറിയുന്നില്ലേ? നോക്കട്ടെ. അത് തന്നെ നാറൂട്ടോ തെന്നി മാറുന്നു. രണ്ട് കിഴച്ചിരിക്കുക ഫൈറ്റ് ചെയ്തിട്ട്. ഇൻട്രസ്റ്റിംഗ് സ്മാക്കി നാറൂട്ടോ. എന്തായാലും പറയുന്നൊന്നും കേൾക്കാൻ വയ്യ. ഞാനീ കേൾക്കുന്ന ജാപ്പനീസ് ഭാഷയില്ല, അതുകൊണ്ട് തീ സൗണ്ട് വാക്കുകൾ. Garati. Oh, what? Let me show what true fair is. ഗാരസാന്റെ ആ മറ്റേ വണ്ടയിൽ മോസ്റ്റർ ആകാൻ പോകുന്നുണ്ടോ? അത് തന്നെ. എൻ്റെ മോനെ ഈ ഇഷ്യയിലൊക്കെ ഒന്ന് കാണണം. നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇത് ഗെയിം കളിക്കണം. ഉണ്ടാ വൺ ടൈൽ മോൺസ്റ്റർ. എന്താവോ എന്താ ഷിക്കാഗോ എന്നാണല്ലേ ഈ മോൺസ്റ്ററിന്റെ പേര്. ഓ നാറൂട്ടോടെ കിളിയായിരിക്കും. അതൊരു അങ്ങനെ കരച്ചില്ല. കാറ വേണ്ടത് ഏതിങ്ങനെ കിടക്കുന്നതേ ഉള്ളു. കാറയുടെ കൺട്രോളല്ല ആ മോൺസ്റ്റർ. My friends there more important to. അതായത് അവനെ എന്തുവാ അവന് ഇഷ്ടമുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ ചിന്തിച്ചിരിക്കുകയാണ്. അവന്റെ ഇതൊക്കെ കാണുന്ന എല്ലാരും വിചാരിച്ചിരിക്കുന്നത് അവൻ മരിക്കുമെന്ന. അവൻ മണ്ണി പൂണ്ടുമ്പോഴും സമിനിങ് ഉപയോഗിക്കുന്നുണ്ടോ? അങ്ങനല്ലേ ചാക്ക റിലീസ് ചെയ്യുന്നുണ്ടല്ലോ ബ്ലൂ.
റെഡി ടു ദ ക്രേസി മോൺസ്റ്റർ. ഫൈറ്റ് എപ്പോൾ എനിക്ക് അതാണ് കാണേണ്ടത്. ഓ ഗാര ദ മോൺസ്റ്റർ വേഴ്സസ് നറുട്ടോ സുമഗി. ഓക്കെ, വീണ്ടും കാക്കകൾ പറക്കുന്നു. ആ ഒരു വൺ ടൈൽ മോൺസ്റ്റർ നറുട്ടോക്ക് അടുത്തേക്ക് കുതിച്ചു പായുന്നു. കരയുമ്പോൾ ഒരുമാതിരി വിട്ടതുകൊണ്ട് മടുപ്പ്. ഓ ഇത് മറ്റേ തവള, ഗാം തവളയുടെക്കോ ഇത് തന്നെ. ഇതിങ്ങനെ തന്നെ ഞാനത് ഇത് ശ്വാസമാണെന്ന് പറഞ്ഞു. അതിന് എനിക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതേ സൗണ്ട് എനിക്ക് കേൾക്കാം. എന്നിട്ട് ഗാഗാന്നാ പറയുക, ഷാഷാന്നാ പറയുന്നത്. അടി 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 എൻ്റെ കൈയടിച്ച് പൊട്ടിക്കും. എന്തൊരു സാധനം. ഓടണം. ഓ അങ്ങോട്ട് ഓടാൻ പാടില്ലേ സോ. അയ്യോ അടി അങ്ങോട്ട് അടിക്കണ്ട. ഗാരയുടെ ഗാര ഉണർത്തണം. ഗാര ഉണർത്തേ കളിക്കത്തുള്ളൂ. എന്താണെങ്കിലും ഞാനിത് തടഞ്ഞിരിക്കുമോ ഒന്നും കൊള്ളുന്നില്ല. എൻ്റെ മോനെ മറ്റേ എസ്കേപ്പ് ഒന്നും കാണിച്ചില്ല. മണ്ണ് വെച്ചിട്ട് മൂടാൻ വേണ്ടി മാറി. കുളിപ്പുണ്ടാടാ മോൺസ്റ്ററെ. എന്തോ ഇത് തുപ്പാൻ പോണെന്തോ. എന്തുവാ ഇടിക്കാൻ പോണ്. മാറക്കളണം. അയ്യോ പേടിച്ചങ്ങ് ഓടിക്കളഞ്ഞു. എന്താ അതിനെ തന്നെ പേടിപ്പിച്ചുകൊണ്ട് അതിന്റെ ദേഹത്ത് കയറി. ഇറങ്ങി പോടാന്ന് പറഞ്ഞപ്പോ നറുട്ടോ എന്ത് പറഞ്ഞു? ഇല്ലടാ ഞാൻ അവിടെ തന്നെ നിൽക്കുന്നു. ഇത് ഷാഡോക്ലോ മീൻസ് കഴിക്കുന്നു. അതന്നെ ഷാഡോക്ലോ മീൻസ്. അതെ നറുട്ടോ കൂടി തെന്നി മാറുകയാണ്. അവര് പറയുന്ന പോലെയൊക്കെ ചെയ്താൽ വെറുതെ ഇങ്ങനെ. ഓക്കെ ഓ ഇടിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞിട്ടാണല്ലോ ഇടിച്ചത്. ഓ അങ്ങനെ ആയുമ്പട്ടം ഞാൻ കണ്ടില്ല. ഓ ഇതാരും ഉണർന്നെന്ന് തോന്നുന്നു. ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് മീ. നീ എന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തത് ഗാരാ. അതങ്ങോട്ട് പോട്ടെ. ഓ ഇത് എങ്ങനെയെങ്കിലും കൊല്ലണം. അത് കൊള്ളാം.
അരങ്ങായി ഇപ്പൊ ഇച്ചിരി കൂടെ യു ഗോ സോ ഫാർ എന്തോ ടെക്നിക്ക് വെച്ച് പുറകിന്ന് കുറെ സാൻഡ് സമിനിങ് ജിൻസു ഗാമ ഗുഡ ഓ ഇപ്പം വരുന്നുണ്ടാ ഇനി അവർ തമ്മിലുള്ള ഫൈറ്റ് ഇൻസ്റ്റയില് രണ്ട് ബുള്ളറ്റും തമ്മിൽ തട്ടി വെള്ളവും കാത്തെല്ലാം പോയി. ഹോൾഡ് ഓൺ ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ രോമാഞ്ചം സംസാരിക്കുന്നുണ്ടോ രോമാഞ്ചം ഫൈറ്റ് ചെയ്ത് ഇപ്പൊ മൂടി വരുന്നുമ്പ് മൂടി റെഡ് ചാക്ര അത് റിലീസായി നാറുടെ ഉള്ളിലെ കുറവ് വന്നു. പവറിന്ന് പറയാൻ മാറി അടിയില് ഗാരയുടെ ബോധം തിരിച്ചു വന്നു. അത് വെറും മണ്ണായോ അത് ഒരു വണ്ടയിൽ മോൺസ്റ്റർ. ബാറ്റിൽ വിന്നായി. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല ബാറ്റിൽ. ഇതിനും വലിയ ബാറ്റിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. മൈ ഫേവറേറ്റ് ബാറ്റിലാണിത്. നാറുട്ടോ സീരീസിൻ്റെ ഈ ഒരു ഗെയിമിംഗ് എപ്പിസോഡ്. ഇതാണ് 9ാമത്തെ എപ്പിസോഡ്. ആ ഒരു രണ്ടും കൂടെ കിടന്നിട്ട് കഥ പറയുന്നത്. What is it that makes him so strong? അവരുടേക്ക് മിണ്ടാൻ പോലും പറ്റുന്നില്ല, തീരെ വയ്യ. ആൾമോസ്റ്റ് പറയുന്നത് ഇവരെ പോലെ ഗാരയെ പോലെ തന്നെ ഞാനും ഒറ്റക്കാണ്. അപ്പൊ അവന്റെ വിഷമം ഇവനും അറിയാം. ഇവന് ആൾക്കാരുണ്ടായിരുന്നു, അതായത് നമ്മുടെ ഒരു ടീച്ചർ പുള്ളിക്കാരുടെ പേര് വന്നു. അവനും പിന്നെ നമ്മുടെ കാക്കാശിയും പുള്ളിക്കാരനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഗാരക്കാരില്ലായിരുന്നു. അതാണ് ഗാര ഡാർക്ക് സൈഡിലോട്ട് മാറിയത്. പക്ഷെ നാറുട്ടോ നല്ലൊരു സൈഡിലോട്ടാണ് വന്നത്. അപ്പൊ ഗാരയും കൂടെ ഇങ്ങനെ പറഞ്ഞ് ഇതെന്തുവാ ആൾക്കാരുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയുക. വൈ നീ നിന്റെ കാര്യം നോക്കാതെ വല്ലവരുടെയും കാര്യം നോക്കുന്നുണ്ട്. നാറുട്ടോ മിണ്ടുന്നില്ല. wonderful scene. പറഞ്ഞില്ലേ ലവ്, സ്നേഹം. വണ്ടർഫുൾ സീൻ. ഓക്കെ, എല്ലാം നോർമലായി. എല്ലാം കഴിഞ്ഞു.
ഇതൊരു അടിപൊളി സംഭവം. നീയുണ്ടോ? നീയും തോന്നുന്നു ഒന്നും കാണിക്കുന്നില്ലല്ലോ. ഓക്കെ, ഇങ്ങനെ കാണിക്കുന്നു. ഇത് അതിന് മുമ്പൊക്കെ കാണിച്ചിട്ടല്ലേ? ഫുഡൊക്കെ കൊള്ളായിരുന്നു. രമൻ ഉണ്ടാക്കുന്ന ഫുഡല്ലേ? ആ, നമ്മുടെ തേടൊക്കെ മരണം എല്ലാവർക്കും നല്ല സങ്കടമായിരുന്നു. അതാണ് നാറുട്ടോ ഇപ്പോഴും ജനിച്ചോണ്ടിരിക്കുന്നത്. ഇതിൽ കാണുന്ന പുള്ളിയാ. കിളവനാണെങ്കിലും പോയിട്ടോ. എല്ലാത്തിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. പേരൻസ്, സിബ്ലിംഗ്സ്, ഫ്രണ്ട്സ്, ലവ് ആൻഡ് പീപ്പിൾ ഹു ആർ ഇമ്പോർട്ടൻ്റ് ടു ഹെൽപ്പ് വൺ അനദർ. എല്ലാവരും സ്നേഹമാണ് എല്ലാവർക്കും എല്ലാത്തിനും വേണ്ടത് എന്നാണ്. നിങ്ങൾ സ്നേഹിക്കുക, അതാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക. I think I'm starting to understand. ഇതിനകത്ത് നടക്കുന്ന ചില സീനൊക്കെ നമ്മൾ എന്താ ഈ സീരീസ് നമ്മൾ എത്ര നാൾക്ക് മുമ്പ് കണ്ടാണെങ്കിൽ മനസ്സിൽ പെട്ടെന്ന് ക്യാപ്ചർ ആവും. അത് ഇന്നലെ കണ്ട പോലെ തോന്നും, ഇല്ല ഇപ്പൊ കണ്ട പോലെ തോന്നും. അതേപോലെ ഇപ്പൊ നാറൂട്ടായിട്ടുള്ള നേരത്തെ കാര്യമായിട്ടുള്ള ഫൈറ്റ് എനിക്ക് തോന്നിയത്, ആ ഫൈറ്റ് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. പക്ഷെ അതിനകത്ത് ആ ഫൈറ്റിനകത്ത് നമ്മുടെ കുറാമനെ ഇതാക്കുന്നുണ്ടായിരുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് അതില്ല. അത് കുഴപ്പമൊന്നുമില്ല. I better him the എന്തൊക്കെയോ പറയുന്നു. അടുത്ത മിഷന് തയ്യാറാകാൻ റെഡി. ബൈ റുക്കാസ് സെൻസൈ, സീ യു ലേറ്റർ. പിന്നീട് എന്നെ കാണാം. റുക്കാസ് സെൻസൈക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടം.
ഇവന് 100%. നെക്സ്റ്റ് ജനറേഷൻ ഇവനൊരു മാതൃകയാണ് നാറുട്ടോ. ഇവൻ ഒക്കാകെ ആകാൻ ആഗ്രഹിക്കുന്ന പോലെ എല്ലാവരും ഒക്കാകെ ആക്കാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹിച്ചിട്ടല്ല, കഴിവും വേണം. അരമണിക്കൂർ ഞാൻ ഈ റെക്കോർഡ് ചെയ്യാൻ 15 മിനിറ്റ് എടുക്കുമെന്നും പറഞ്ഞ് കയറിയതാണ്. അരമണിക്കൂറായി, ഞാൻ പോലും ഉറങ്ങില്ല. ഇപ്പോഴെങ്കിൽ ആ ഒരു സീനുണ്ട്. ഇനി അടുത്ത ഏതാണെന്ന് നോക്കിയിട്ട് എപ്പിസോഡ് അതിൻ്റെ ചെയ്യാം. പൈസയൊക്കെ രണ്ടാമത്തെ കാര്യം, അത് ഇത് നോക്കട്ടെ. മാർക്ക് കംപ്ലീറ്റ് പുതിയത് ഏതാ? ന്യൂ സ്റ്റോറി സെർച്ച് സുനാടെ ആർക്ക്. ഓക്കെ, അടുത്തതാണ് എനിക്കാണ് അവൈലബിൾ ബാറ്ററി. ഗാരാവസ്ഥ സാധനം ഗാരനെ കിട്ടി. അപ്പോൾ പുതിയത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പുതിയത്. ഇതെന്ത് ഫൈറ്റാണെന്ന് അറിയത്തില്ല. മറ്റേ കുറച്ച് മറവും മോളായിട്ടുള്ളതായിരിക്കും. ഇനി നമ്മൾ എന്തോ നമ്മുടെ സുനാടയായിട്ടുള്ള ഇതൊക്കെയാണ് അടുത്ത എപ്പിസോഡിൽ, അടുത്ത 10ാമത്തെ എപ്പിസോഡിൽ. അപ്പോൾ ഈ വീഡിയോ അവസാനിച്ചിട്ടുണ്ട്. എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യണം. ഡിസ്ലൈക്ക് ചെയ്യാനുള്ള കാരണം കമൻറ്റ് ബോക്സിൽ പറയണം. എന്തെങ്കിലും ഗെയിമിനെ കുറിച്ച് അറിയാമെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ശരി, എന്നാൽ ബൈ.